ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീഗൽ ഡയസ്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ലോ എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ഏറ്റവും നേരിടുന്ന ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്മെൻറ്റിനനുസരിച്ച്, അതായത് ഇൻഫർമേഷൻ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ വന്ന ഡെവലപ്മെൻറ്റുകൾ, മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് നിൽക്കുക എന്നുള്ളത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ ഈ നോളജും സ്കിൽസൊക്കെ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് നമ്മളിപ്പോൾ എപ്പോഴും ഒരു ഇൻഫർമേഷൻ റിച്ച് സൊസൈറ്റിയിലാണ് നമ്മളുള്ളത്. അപ്പോൾ അവിടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കുറച്ച് ഡെക്കേഡ്സായിട്ട് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ഹ്യൂമൻസിൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ സ്മാർട്ട് ഫോൺസ് വന്നതോടുകൂടി എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് അവരുടെ വിരൽത്തുമ്പിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുക, നമുക്ക് പഠിക്കാൻ ഉപയോഗിക്കും, അതുപോലെ തന്നെ പ്ലാനിങ്, ഡിസൈൻ, കൺസ്ട്രക്ഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഈ സ്മാർട്ട് ഫോൺസ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള നമ്മൾ ആ ഒരു ടെക്നോളജി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്ന് പറഞ്ഞിട്ട് 2000 ഒരു ആക്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ആക്ട് 2008 അമെൻഡ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് 2(5) എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. അപ്പോൾ ആ റോമൻ ലെറ്ററാണ് 5 എന്നുള്ളത്. അപ്പം 2(5) അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ, മെസ്സേജ്, ടെക്സ്റ്റ്, ഇമേജസ്, സൗണ്ട്, വോയിസ്, കോഡ്സ്, computer programs, software and databases, or microfilm or computer generated microfiche. അപ്പോൾ ഇതെല്ലാമാണ് ഇൻഫർമേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇൻഫർമേഷൻ എന്ന് ജസ്റ്റ് ഒരു വാക്ക് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഡേറ്റ, മെസ്സേജ്, ടെക്സ്റ്റുകൾ, അതുപോലെ തന്നെ സൗണ്ട്, വോയിസ്, ഇമേജസ്, സോഫ്റ്റ്വെയർ, ഇങ്ങനെ എല്ലാം ഉൾപ്പെടുന്നതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ടേം. ഇതാണ് സെക്ഷൻ 2(5) അകത്ത് പറയുന്നത്. ആൻഡ് ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്ന് പറയുന്നത് ഒരുപാട് തവണ അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 2016 2017 ആയിട്ട് മേജർ അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഒരു സൈബർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിമോട്ട് വില്ലേജസൊക്കെ, ഇപ്പോൾ റിമോട്ട് വില്ലേജ് ഉൾപ്പെടെ, അതായത് അങ്ങനെ ഇതായിട്ട് കിടക്കുന്ന വില്ലേജുകൾ ഉൾപ്പെടെയുള്ള നമ്മുടെ കൺട്രിയിലുള്ള പല ഏരിയാസിലും ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡെവലപ്ഡ് ആയിട്ട് വരികയാണ്. അപ്പം മെട്രോ സിറ്റീസ് അല്ലെങ്കിൽ ബിഗ് സിറ്റീസിൽ മാത്രമല്ല, റൂറൽ ഏരിയാസിലും ഈ പറയുന്ന ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് ആക്സസ് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പം സോഷ്യൽ മീഡിയ വഴി അവരുടെ ഐഡിയാസും അതുപോലെ തന്നെ ഒപ്പീനിയൻസും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ മിസ്യൂസും അതുപോലെ തന്നെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ പറയുന്ന ക്രൈംസ്, ഇതുപോലുള്ള സൈബർ ക്രൈംസ് ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഒരു സെക്ഷൻ 78 പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ അകത്ത് പറയുന്നതാണ്, ഒരു പോലീസ് ഓഫീസർക്ക്, അതായത് ഇൻസ്പെക്ടറിൻ്റെ റാങ്കിൽ താഴെയില്ലാത്ത ഒരു പോലീസ് ഓഫീസർ, അതായത് മിനിമം ഒരു ഇൻസ്പെക്ടറെങ്കിലും ആയിരിക്കണം, ആ ഒരാൾക്ക് ഈ പറയുന്ന സൈബർ ക്രൈം അല്ലെങ്കിൽ സൈബർ ഫ്രോഡ് അല്ലെങ്കിൽ ഫിനാൻഷ്യലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായിട്ടുള്ള ഒരു കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആക്ട് പ്രകാരം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരം ഉണ്ടെന്നാണ് സെക്ഷൻ 78 പറയുന്നത്. അത് നമ്മൾ ജസ്റ്റ് ആ ഒരു സെക്ഷൻ ഓർത്ത് വെക്കുക. അതായത് ഇപ്പം ഈ പറയുന്ന സൈബർ സെക്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ സൈബർ ഫ്രോഡുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഇൻറ്റീരിയർ റൂറൽ ഏരിയാസിലൊക്കെ ലോക്കൽ പോലീസിന് സെക്ഷൻ 78 പ്രകാരം അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അവിടെ ആ ഒരു ഇൻസ്പെക്ടറിൻ്റെ റാങ്കിൽ താഴെയുള്ള ഓഫീസർ ഇല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സെക്ഷൻ 78 അമെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ വന്നു. അതായത് ഈ ഒരു ലോക്കൽ പോലീസിനും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം
അയാളുടെ ജൂറിസ്ഡിക്ഷൻ അനുസരിച്ച് ഒരു സൈബർ ക്രൈം വന്നു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാർജ് കൊടുക്കണം, അല്ലെങ്കിൽ എംപവർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു അമെൻമെൻറ്റ് വരുത്തണം എന്ന് വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 2016 അമെൻമെൻറ്റ് ആക്ട് വന്നപ്പോൾ ഈ പറയുന്ന സെക്ഷൻ 78 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ആ ഒരു ആക്ടിൻ്റെ അകത്ത് മാറ്റം വന്നു. അതായത് ആ ഒരു സെക്ഷനിൽ മാറ്റം വന്നു. ഈ ഒരു വില്ലേജ് പോലീസ് പോസ്റ്റിലുള്ള ഒരാൾക്കും ഈ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് എംപവർ ചെയ്തുകൊണ്ട് ഒരു മാറ്റം വന്നു. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പലേറ്റ് ട്രിബ്യൂണൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടാണ് വന്നത്. പിന്നെ ഈ അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്താണെന്നൊരു ഡെഫിനിഷൻ അവിടെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. എന്താണ് അപ്പലേറ്റ് ട്രിബ്യൂണൽ, അത് ആരൊക്കെയാണ് അതിൽ വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇത്രയും ബേസിക് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഇതിനകത്ത് ഒരുപാട് അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മേജറായിട്ടുള്ളൊരു 2016 അമെൻമെൻറ്റാണ് ആ ഒരു സെക്ഷൻ 78 കാര്യം. ഒരു ഇൻസ്പെക്ടറിൻ്റെ റാങ്കിലെങ്കിലും മിനിമം ഉള്ള ഒരാൾക്കേ ഒരു പോലീസ് ഓഫീസർക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അമെൻമെൻറ്റ് വന്നിട്ട് അത് മാറ്റി. ആൻഡ് ഇവിടെ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട എന്തുമാകാം. അതായത് നെറ്റ്വർക്കിംഗ്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഇൻ്റർനെറ്റ് ഓർ ദ പീപ്പിൾ ദാറ്റ് വർക്ക് വിത്ത് ദീസ് ടെക്നോളജീസ്, ഇതെല്ലാം നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജിക്കകത്ത് ഉൾപ്പെടും. നെറ്റ്വർക്കിംഗ് വരും, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും വരും, ഈ ഒരു നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഉൾപ്പെടും. അപ്പോൾ അങ്ങനെ കമ്പ്യൂട്ടർ സയൻസും ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ആ ഒരു ടേമിൻ്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ട്. നെറ്റ്വർക്കും ഇൻ്റർനെറ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇ കൊമേഴ്സ്, പിന്നെ കമ്പ്യൂട്ടർ സർവീസ്, പിന്നെ സൈബർ സ്പേസ്, ഇതെല്ലാം ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ആ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ള വാക്കിൻ്റെ അകത്ത് തന്നെ വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞു വന്നത്. സോ ഇതൊക്കെയാണ് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. എന്താണ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞത്. ആക്ടിനെ പറ്റി നമ്മൾ വലുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അത് നമുക്കിനി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.